ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 ഇടത്ത് കോൺഗ്രസിന് പ്രതിരോധിക്കേണ്ടിയിരുന്നത് എതിർകക്ഷികളായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അവരുടെ പാർട്ടി ആശയങ്ങളെ വെച്ചു മാത്രമായിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് എതിർ സ്ഥാനാർത്ഥിയായി BJP പക്ഷം നിന്ന് മത്സരിക്കുന്ന അനിൽ കെ ആന്റണി എന്ന സാക്ഷാൽ കോൺഗ്രസ് നേതാവായ AK ആന്റണിയുടെ മകനെ രാഷ്ട്രീയപരമായി മാത്രമായിരുന്നില്ല നേരിടേണ്ടിയിരുന്നത്. പകരം AK ആന്റണിക്ക് അനിൽ ആന്റണി BJPയിലേക്ക് പോയതിൽ ബന്ധമില്ല എന്ന് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള BJP വിരുദ്ധ വോട്ടർമാരെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും കോൺഗ്രസിനുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയങ്ങളിലെല്ലാം പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന് വേണ്ടി പ്രചരണത്തിനെത്തിയ ഇടതുപക്ഷ നേതാക്കന്മാരും തോമസ് ഐസക്കുമൊക്കെ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അനിൽ കെ ആന്റണി ഒരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് പോയി എങ്കിൽ അതിന് പിന്നിൽ കോൺഗ്രസിന്റെ നേതാവായ AK ആന്റണിക്കും പങ്കില്ലേ എന്നുള്ളതാണ്. ഇനി എപ്പോഴാണ് AK ആന്റണി BJPയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് BJP പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്ക് അനിൽ കെ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം ഒരു ചെറുപ്പക്കാരനായ യുവ നേതാവ് എന്നുള്ളത് മാത്രമായിരുന്നില്ല. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ AK ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണിയാണ് മത്സരിക്കുവാൻ പോകുന്നത് എന്നത് തന്നെയായിരുന്നു BJPയുടെ പ്രചരണായുധത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മുൻപോട്ട് വെച്ചിരുന്ന ഒന്ന്. പത്തനംതിട്ടയിലെ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വലിയ ഭൂരിപക്ഷം BJPക്ക് അനുകൂലമാക്കി മാറ്റുക, AK ആന്റണിയോട് ഇഷ്ടമുള്ളവരുടെ വോട്ടുകൾ അനിൽ കെ ആന്റണിക്ക് ഗുണകരമാക്കി മാറ്റുക, ഒപ്പം BJPയോട് എല്ലാ കാലത്തും കൂറു പുലർത്തിയിട്ടുള്ള നായർ ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് അടുപ്പിക്കുക. അങ്ങനെ പല തന്ത്രപ്രധാനപരമായ ലക്ഷ്യങ്ങളുടെയും ഭാഗമായിട്ടാണ് PC ജോർജ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നിൽക്കുമ്പോഴും അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അനിൽ കെ ആന്റണിയിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥിത്വം ചെന്ന് നിന്നത്. എന്നാൽ BJPയുടെ തന്ത്രപരമായ നീക്കത്തിനൊക്കെ തടയിടുന്ന ഒരു കൃത്യമായ മറുപടിയായിരുന്നു അന്ന് AK ആന്റണി KPCC മന്ദിരത്തിൽ വെച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിലൂടെ വ്യക്തമാക്കിയത്. പത്തനംതിട്ടയിൽ BJP തോൽക്കണം, അനിൽ കെ ആന്റണി പരാജയപ്പെടണം, കോൺഗ്രസ് വിജയിക്കണം, ആന്റണി വിജയിക്കണം, ഇങ്ങനെ വളരെ വ്യക്തമായി സ്വന്തം മകൻ പരാജയപ്പെടണമെന്നും BJP പരാജയപ്പെടണമെന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ആന്റണി വിജയിക്കണമെന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞതോടുകൂടിയാണ് കോൺഗ്രസിനും കോൺഗ്രസ് പ്രവർത്തകർക്കും അണികൾക്കുമൊക്കെ ആത്മവിശ്വാസം വർദ്ധിച്ചതും കാര്യമായ രീതിയിൽ കളത്തിലിറങ്ങി പ്രവർത്തിക്കുവാൻ തുടങ്ങിയതും. എന്നാൽ BJPയുമായി AK ആന്റണിക്ക് വലിയ ബന്ധമുണ്ടെന്നും അത് കാലങ്ങൾക്ക് മുമ്പേ അദ്ദേഹം തെളിയിച്ചതാണെന്നും വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന ഒരു വനിതാ നേതാവ്. ഒരു സ്വകാര്യ വാരികയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിലാണ് അവർ ആ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. KPCC ഭാരവാഹിയും ഒരു കാലത്ത് കോൺഗ്രസിന്റെ നിറസാന്നിധ്യവും ഒക്കെ ആയിരുന്ന അജീബ M സാഹിബ്, അതായത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പൂർവ്വകാല കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മീര സാഹിബിന്റെ മകൾ, അവർ AK ആന്റണിക്കെതിരെ രൂക്ഷമായ ഒരു ആരോപണം ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. BJPയുമായി AK ആന്റണിക്ക് കാലങ്ങളായുള്ള ബന്ധമുണ്ടെന്നും BJPക്ക് പലയിടങ്ങളിലും സംരക്ഷണം നൽകിയിട്ടുണ്ടെന്നുമുള്ള വാദമാണ് അജീബ ഉയർത്തുന്നത്. പത്തനംതിട്ടയിൽ തന്നെ അതിന്റെ ഉദാഹരണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു കഥയും പറയുന്നുണ്ട്. ആ വാരികയിൽ അവർ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന്റെ ചില മുൻകാല നിലപാടുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് BJPയുമായി AK ആന്റണിക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. 2001 അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തി അനർഹമായി പലതും നേടിയെടുക്കുന്നു എന്ന വിവാദ പ്രസ്താവന നടത്തിയത്. ഒരു ഘട്ടത്തിൽ മുസ്ലിം സമുദായം കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയതും ഈ വാക്കുകളാണ്. മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഒരു ദിവസം പത്തനംതിട്ടയിലെ BJP ഓഫീസിന് തീപിടിക്കുന്നു. അന്ന് ഞാൻ നഗരസഭാ അധ്യക്ഷയാണ്. ഞങ്ങൾ നടത്തിയ പരിശ്രമം ആ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട സമാധാന യോഗം ചേർന്ന് പല മന്ത്രിമാരും, അതായത് PJ കുര്യൻ MPയും KK നായരും MLA തുടങ്ങിയവരെല്ലാവരും ആ യോഗത്തിലുണ്ടായിരുന്നു. ചർച്ചയ്ക്കിടയിൽ കുര്യൻ സാറിന് AK ആന്റണിയുടെ ഫോൺ കോൾ വരുന്നു. പുതിയ BJP ഓഫീസ് നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ളതായിരുന്നു ആന്റണിയുടെ തീരുമാനം. കേരളത്തിലെ ഒരുപാട് പാർട്ടി ഓഫീസുകൾ പല പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ചിട്ടുണ്ട്. ആ പാർട്ടി ഓഫീസുകളൊന്നും വെച്ചു കൊടുക്കാൻ ഒരു ഗവൺമെന്റും തീരുമാനം എടുത്തിട്ടുമില്ല. ആ സ്ഥാനത്ത് AK ആന്റണി BJPയുടെ ഓഫീസ് കെട്ടിക്കൊടുക്കാമെന്ന് തീരുമാനമെടുക്കുന്നു. ഇന്ന് അനിൽ ആന്റണി BJPയിലേക്ക് പോയതും അതുമൊക്കെയായി ചേർത്ത് ചിന്തിക്കുമ്പോൾ ആന്റണിക്ക് BJPയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്നത്?
അന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് അംഗീകരിക്കുവാൻ പറ്റില്ല എന്ന്. BJPക്ക് അത്തരത്തിലൊരു ഓഫീസ് കെട്ടിക്കൊടുക്കുവാൻ കഴിയില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടാത്ത പാവം പിടിച്ച കുറെ ചെറുപ്പക്കാരെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ഒഴിവാക്കുവാനുള്ള തീരുമാനം കൂടി എടുക്കണം. പക്ഷേ BJP ഓഫീസ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട കേസിന്റെ പേരിൽ ജീവിതം നഷ്ടപ്പെട്ട് നടക്കുന്ന ചെറുപ്പക്കാർ പത്തനംതിട്ടയിൽ നിരവധിയുണ്ട്. ഇപ്പോഴും BJPക്ക് ഓഫീസ് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം തീർന്നു. പക്ഷേ ഇവരുടെ പേരുള്ള കേസുകൾ പിൻവലിച്ചിട്ടില്ല. അതായത് BJPയുടെ ഒരു കേവലം കെട്ടിടം തകർന്നു പോയതിൽ അല്ലെങ്കിൽ തീയിൽ ഇല്ലാതെയായി പോയതിൽ വലിയ സങ്കടം പ്രകടിപ്പിക്കുന്ന AK ആന്റണി എന്തുകൊണ്ടായിരുന്നു അന്ന് ആ കേസിൽ പ്രതികളായിരുന്ന പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകരായുള്ള ചെറുപ്പക്കാരെ ആ കേസിൽ നിന്ന് പിൻവലിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുവാതിരുന്നത് എന്ന ചോദ്യമുയർത്തുമ്പോൾ അതിനു മുൻപിൽ AK ആന്റണി എന്ത് മറുപടി നൽകുമെന്നുള്ളത് വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയപരമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം AK ആന്റണിക്കും BJPയുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അനിൽ K ആന്റണി BJPയിലേക്ക് പോയതെന്നും. പക്ഷേ AK ആന്റണി നടത്തിയ തുറന്നു പറച്ചിലിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായെങ്കിലും ഇപ്പോൾ ഉയരുന്ന ഈ ആരോപണത്തിന് അദ്ദേഹം മറുപടി നൽകേണ്ടത് പ്രധാനം തന്നെയാണ്.